അപ്പോൾ എല്ലാവർക്കും ക്രാക്ക് മണ്ണിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് സ്വാഗതം. കെ-ഫോൺ പദ്ധതിയുടെ ഭാഗ്യചിഹ്നം ഫിബോ എന്ന കടുവ. കെ-ഫോൺ പദ്ധതിയുടെ ഭാഗ്യചിഹ്നം ഫിബോ എന്ന കടുവ. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭയാണ് ഡൽഹി നിയമസഭ. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭ ഡൽഹി നിയമസഭയാണ്. കേരളത്തിലെ ആദ്യത്തെ സാനിറ്ററി വേസ്റ്റ് എനർജി പ്ലാന്റ് നിലവിൽ വന്നത് വർക്കലയിലാണ്. 2025 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്ന വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കയാണ് കേട്ടോ, കാക്ക. സീറോ പോവർട്ടി P4 എന്ന പദ്ധതി നടപ്പിലാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്. അത് ആന്ധ്രാപ്രദേശാണ് കേട്ടോ. അത് ആന്ധ്രാപ്രദേശാണ് സീറോ പോവർട്ടി P4 എന്ന പദ്ധതി നടപ്പിലാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. 2025 വേൾഡ് ഗെയിംസിന് വേദിയായത് ചൈനയിലാണ് 2025 വേൾഡ് ഗെയിംസ് വേദിയായത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ പ്ലാന്റുകൾ നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ് കേട്ടോ. കേരളത്തിലെ കൊച്ചിയിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വന്നത്. 2025 ഓഗസ്റ്റിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ദുരന്തം സംഭവിച്ച ഉത്തരാഖണ്ഡിലെ ഗ്രാമമാണ് ധരാലി ഗ്രാമം. ഏതാണ്? 2025 ഓഗസ്റ്റിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ദുരന്തം സംഭവിച്ച ഉത്തരാഖണ്ഡിലെ ഗ്രാമമാണ് ധരാലി ഗ്രാമം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്.